ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ബോണ്ടി ബീച്ചിൽ നടത്തിയ ആക്രമണത്തിൽ മരണം 15 ഉയർന്നു. മരിച്ചവരിൽ കുട്ടികളുമുണ്ട്. അക്രമികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾ പരിക്കേറ്റ് ചികിത്സയിലാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ജ്യോതിഷ് മോഹനൻ ചേരുന്നുണ്ട്. ജ്യോതിഷ്, ഇന്നലെ ഈ അപകട വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഇത് ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുകയും 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചു. ഇപ്പോഴത്തെ മരണസംഖ്യ ഉയരുകയാണ്. ഒടുവിലായി സ്ഥിരീകരിച്ച മരണത്തിന്റെ കണക്ക് എത്രയാണ്? എന്തിനായിരുന്നു ഈ ആക്രമണം? പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. ഹിമ, അതീവ ദുഃഖകരമായ മറ്റൊരു കൂട്ടക്കൊലയുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. ഓസ്ട്രേലിയയിൽ ഇന്നലെ ഓസ്ട്രേലിയ പ്രാദേശിക സമയം ഒരു 6:30 ബോണ്ടി കടൽ തീരത്ത് വെച്ച് നടന്ന ജൂത വംശരുടെ ജൂത മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഹനൂക്ക എന്നൊരു ആഘോഷ പരിപാടിക്കിടയിലേക്ക് 2 തോക്കുധാരികളായ അക്രമികൾ എത്തുന്നു. അവർ തുരുതുരെ വെടിവെക്കുന്നു. വെടിവെപ്പിൽ 15 പേർ കൊല്ലപ്പെട്ടെന്നുള്ള ഔദ്യോഗിക കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 40 പേർക്കൊല്ലം പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇതിൽ അക്രമത്തിൽ പങ്കെടുത്ത ഒരാളെ പോലീസ് സുരക്ഷാ സേന വെടിവെപ്പിൽ തന്നെ പ്രത്യാക്രമണത്തിൽ അദ്ദേഹത്തെ കൊല്ലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാളെ പിടികൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചികിത്സയിലാണ്. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ സാജിദ് അക്രം പിന്നെ അതുപോലെ തന്നെ നവീദ് അക്രം എന്ന 2 പേരാണ് ഈ അക്രമികളായിട്ട് തിരിച്ചറിഞ്ഞ് സാധിച്ചിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർക്ക്. അതിൽ തന്നെ ഇവർ 2 പേരും പാകിസ്ഥാൻ സ്വദേശികളാണെന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അതീവ സുരക്ഷ ഓസ്ട്രേലിയയിൽ വിന്യസിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിൽ തന്നെ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഓസ്ട്രേലിയ. ഇതുമായി ബന്ധപ്പെട്ട് ഈ അക്രമികളുടെ വിവരങ്ങൾ നമ്മൾ സുരക്ഷാ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഈ അക്രമികൾക്ക് IS-മായി ബന്ധമുണ്ടെന്നൊക്കെ സംശയിക്കുന്നുണ്ട്. ഏതായാലും അത്തരം വിവരങ്ങളൊക്കെ ഇനിയും പുറത്തു വരാനേ ഉള്ളൂ. ഈ അക്രമികളിൽ ഒരാളെ വധിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെ. മറ്റൊരാളെ ജീവനോടെ തന്നെ പിടികൂടാൻ സാധിച്ചു. ഈ ജീവനോടെ പിടികൂടിയത് അഹമ്മദ് അൽ അഹമ്മദി എന്നുള്ള ഒരു ഓസ്ട്രേലിയയിൽ കച്ചവടം നടത്തുന്ന മറ്റൊരു വ്യവസായിയാണ്. അദ്ദേഹമാണ് ഈ മറ്റൊരു അക്രമിയെ, ഈ നവീദ് എന്ന അക്രമിയെ പിടികൂടിയത്. അതും അദ്ദേഹം വളരെ സാഹസികമായിട്ട് പിടികൂടി. അതിനെക്കുറിച്ചിട്ടും ഓസ്ട്രേലിയൻ ഭരണകൂടം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായി. കാരണം അത്രയും അദ്ദേഹത്തിനും ഈ പിടികൂടിയ ആൾക്കും വലിയ തോതിലുള്ള വെടിവെപ്പിൽ അദ്ദേഹത്തിനും പരിക്കേറ്റുണ്ടായിരുന്നു. ഏതായാലും ധീര സാഹസികമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലൂടെയാണ് അദ്ദേഹം ഈ അക്രമിയെ പിടികൂടിയത്. നിലവിലെ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ വലിയ തോതിലുള്ള സുരക്ഷ വിന്യസിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നാലെ വലിയ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭീകരബന്ധം കൂടി സംശയിക്കുന്നുണ്ട്. അതിലും വിപുലമായ അന്വേഷണം നടക്കുന്നുണ്ട്. 15 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ജ്യോതിഷ് മോഹനാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.